ദൈവത്തിന്റെ വചനത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എടുത്താൽ ഒരുപാട് സമയം പോകും. നിങ്ങൾ ഈ പുസ്തകത്തിലെ വചനങ്ങൾ എടുക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കും. ആയുഷ്കാലത്ത് പോകില്ല. പ്രത്യേകിച്ച് ഉപവാസത്തോട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഉപവാസം ഇപ്പൊ ആത്മാവ് എന്ത് ചെയ്തേക്കുക തപിച്ച് ചൂട് വെച്ചിരിക്കുക. അപ്പൊ വചനം കേട്ട് കഴിയുമ്പോൾ ഈ വചനം എന്ത് ചെയ്ത് എഴുതും, ആ പാട് വന്നു പോകില്ല. അതുകൊണ്ടാണ് ഉപവാസത്തോടു കൂടി വചനം വായിക്കുകയും കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിന്റെ സാരം. ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ വചനം കേൾക്കുന്നതിന്റെ അറിയാവൂ. ഒരു കൂട്ടർ വന്ന് ഒരൊറ്റ പ്രസംഗം വലത്ത് ഭാഗത്ത് നിൽക്കുന്നു, ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നു, അങ്ങനെയാണ് യേശു അതാണ് ഇതാണ് എങ്ങനെ അങ്ങനെയാവും, 100 ചോദ്യങ്ങളോട് കൂടി ആകെ കൺഫ്യൂഷൻ. അപ്പോ ഞാൻ പലരോടും ചോദിച്ചപ്പോ ഒരു രക്ഷയില്ല. അപ്പോ എല്ലാവരും അവർക്കറിയില്ല. അപ്പൊ ഞാൻ ഈ പുസ്തകത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞു, നീ എവിടെ പോകും? അപ്പൊ ഞാൻ ഇങ്ങനെ ദീർഘയാത്രയ്ക്ക് പോവാം. അപ്പൊ പോകുന്ന മുകളിൽ പോയി ഇരുട്ടാ, നീ എവിടെ പോകും? എന്റെ ലക്ഷ്യം എന്താ? ഇന്ന് ഇതിനകത്ത് വന്നത് വലിയ ലക്ഷ്യത്തിനാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള ആ മഹാലക്ഷ്യം അന്ന് ഇതൊന്നറിയാൻ പാടില്ല. ഞാൻ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നതാണ്. അപ്പോ ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ കയ്യിലൊരു പുസ്തകം തന്നിട്ടുണ്ടല്ലോ, അത് വായിക്കും, അതിൽ ശ്രദ്ധിക്കുക, അതിൽ നിലനിൽക്കുക. എന്നാ അവിടെ ഈ കാണുന്നൊന്നും ഈ ബഹളമൊന്നും നിൽക്കില്ല, ഈ കൊലാലൊക്കെ വെറുതെ. അന്ന് ഇതിലേക്ക് തിരിഞ്ഞ് പുസ്തകത്തിലേക്ക് തിരിഞ്ഞതാ 92. അതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചൊരു വായിക്കാൻ നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി. നമ്മളെ ഉപദേശിക്കുന്ന മാസ്റ്റർമാർ തന്നെ പറഞ്ഞ് എത്ര പേര് ഇതിങ്ങനെ ഈ പുസ്തക പൊരുക്കളായിട്ട് ഇത് വായിച്ച് വിശ്വാസത്തിൽ പോയിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടുള്ളവരൊക്കെ വരുന്നത്. ഒരു ഈ ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് വരുന്ന ഉപദേശങ്ങളായി പറയണേ. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വരും. എന്തു ആവട്ടെ, കർത്താവ് പറഞ്ഞതല്ലേ, വായിച്ചു കർത്താവ് വായിപ്പിച്ചു. ഇന്ന് വരെ ദൈവത്തിന് കൃപയാൽ അപ്പോ പറയുന്നത് ഈ വചനം ഉള്ളിൽ പ്രാപിച്ചാൽ ആ വചനം നമ്മെ അവിടെ എത്തിക്കും. വചനം പറയുന്നത് എന്താ? കർത്താവെ, നിന്റെ സത്യവും വെളിച്ചവും ഞങ്ങൾക്ക് അയച്ചു തരാൻ ഇത് രണ്ടും ഞങ്ങളെ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്റെ അടുത്ത് എത്തിക്കും. നിന്റെ എന്തൊക്കെയാ? നിന്റെ സത്യവും വെളിച്ചവും. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ വചനം സത്യമാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്പെടുന്നു. വചനം പൊരുള് തിരിക്കുമ്പോൾ എന്തുവരും? വെളിച്ചം വരും. അപ്പൊ ഈ വചനം തരണം, അത് പൊരുള് തിരിച്ച് തരണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. വചനം പൊരുള് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടി. എന്തൊക്കെ കിട്ടി എന്ന് പറഞ്ഞേ? സത്യവും സത്യവും വെളിച്ചവും കിട്ടി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തും? പറഞ്ഞേ, വിശുദ്ധ പർവ്വതത്തിൽ, സൈന്യങ്ങളെ കർത്താവിന്റെ പർവ്വതത്തിൽ, കർത്താവിന്റെ അടുത്ത് എത്തും. സംശയം വേണ്ട, അത് മനസ്സിലിരുന്നോ. നമ്മളിന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിന്ന് ചിന്തിക്കാനുള്ളത് എസ്തേറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് മുഴുവനായിട്ട് ഒരു ശത്രു എഴുന്നേറ്റു. അവനാണ് ആമാൻ. ആമാൻ ഇസ്രായേൽ ജനത്തെ മുഴുവനും നശിപ്പിക്കാനായി ഉപായം പ്രയോഗിച്ചു, അതിനുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചു, കൽപ്പന മേടിച്ചു, കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഏതെല്ലാം തരത്തിൽ യഹൂദന്മാരെ നശിപ്പിക്കാനെല്ലാം നോക്കി. ഒടുവിൽ ഓരോ കാര്യങ്ങളും സാധിച്ചു വരുന്ന അവസാനം ഭാര്യ ഒരു ഉപദേശം കൊടുത്ത്, കാര്യം ചെയ്യും, അവനെ കൊണ്ട് ഇത്ര ശരിയാണെങ്കിൽ ഒരു 50 മുഴം പൊക്കമുള്ള ഒരു കഴിമരം ഉണ്ടാക്കും.
അത് അവനെ തൂക്കിക്കളയാനായിട്ട് രാജാവ് നിന്റെ സ്നേഹിതനല്ലേ, ചോദിച്ചാൽ രാജാവ് സമ്മതിക്കും. അതിലങ്ങ് തൂക്കിക്കളാം, പിന്നെ പ്രശ്നമില്ലല്ലോ, ഇവനെക്കൊണ്ടുള്ള ശല്യം തീർന്നാണ്. അത് ഹാമാൻ ഇഷ്ടപ്പെട്ടു. ശരിയാണ്. പിന്നെ നമുക്ക് ഇവരെ കാണുന്നത് തന്നെ എഴുത്തൊക്കെ എഴുതി ആദ്യം കഴിവരാകും തീർപ്പിച്ചു, ഭംഗിയായിട്ടൊരു കഴിവരം. പുതിയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കഴിവരം പലതരത്തിലുണ്ട്. ചവിട്ടുമ്പോൾ തെറ്റി തൂങ്ങണത്, കാലെ പിടിച്ച് വലിക്കുമ്പോൾ തൂങ്ങണത്, അങ്ങനെ പലതരത്തിലുള്ള കഴിവരം ലോകത്തിലുണ്ട്. ഈ കഴിവരം ഉണ്ടാക്കിയ ശേഷം എഴുത്തുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും മൊർദെഖായിയെ ആ പട്ടണം മുഴുവൻ കൊണ്ടുനടന്ന് രാജാവ് ബഹുമാനിക്കാൻ നിശ്ചയിക്കുന്നവന് ഇവണ്ണം ചെയ്യുമെന്ന് ഈ മൊർദെഖായിയുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു നടക്കേണ്ടി വന്നു. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും മനുഷ്യന്റെ മുമ്പിൽ നേരെ നോക്കാവോ, വീട്ടിലെന്ത് നിൽക്കുന്നു, കഴിവരം നിൽക്കുന്നു. എന്നാൽ രാവിലെ തൂക്കിക്കളയേണ്ടതാ, രാവിലെ ഇവനെ തൂക്കേണ്ടതാ. പക്ഷെ ഇപ്പൊ രാജാവ് എന്ത് ചെയ്തിരിക്കുക, അവന് രാജ്യത്തെ ഏറ്റവും ബഹുമാനിച്ചിരിക്കുക. മിണ്ടാൻ പറ്റുമോ? ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. എന്ത് ചെയ്തു? തോർത്തെടുത്ത് എന്ത് ചെയ്തു? പറഞ്ഞേ, തലയിട്ടിട്ടു, തല മൂടി, ലജ്ജിച്ചിട്ട് വയ്യ. വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ ചെന്ന് ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭാര്യയ്ക്ക് പിന്നെ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന് രണ്ടു വശവും. നാവിന് രണ്ടു വശം എന്ന് പറയുമ്പോ അടിയുണ്ട് മേളുമുണ്ട്. നാവിന് അടിയും മേളുമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാവോ? അടിവശമുണ്ട്, മേളുവശമുണ്ട്. മേളുവശം കൊണ്ട് ഒന്ന് പറയും, അടിവശം കൊണ്ട് വേറെ പറയും. അത് യോഗന്റെ പുസ്തകത്തിലുള്ള അതറിയാമോ? നിന്റെ നാവിൻ കീഴെ ആ കയ്പ് മറച്ചു വെച്ചാൽ പറയുമ്പോ ഏതാ, പറയുമ്പോ സ്തോത്രം എന്റെ കർത്താവ് അതിനെ കണ്ട എത്ര ദിവസം ശരിക്കും പറഞ്ഞു. ഞാൻ ഉറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് കാണാനായിട്ട് എന്റെ കർത്താവിന്റെ ദാസൻ ദൂതനെപ്പോലെയല്ലേ ഞങ്ങൾക്ക് വരിക. അങ്ങോട്ട് പറയുമ്പോ അപ്പുറത്ത് വെക്കുക ഏതാ സകലത്ത് പൈക്കിയ സാധനങ്ങൾ. മച്ചേ ഈ മുഖസ്തുതി പറയുന്നു മനസ്സിലായി, കൊള്ളനായ്മയ്ക്ക് കൂടുതൽ. ആ കർത്താദാസൻ എന്തെല്ലാം വൃത്തികള് ചെയ്തിട്ടുണ്ടെന്നറിയാം. അതെല്ലാം മറച്ചു വെച്ചല്ലേ അമ്മച്ചി പറഞ്ഞേ. ഞാൻ അദ്ദേഹം ആരാന്ന് പറഞ്ഞു, ദൂതനെ പോലെ അല്ലയോ, പ്രത്യേക ശൈലി അല്ലയോ എന്ന് പറഞ്ഞു, ദൂതനെ പോലെ അല്ലയോ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി കയറിയപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങൾ അത്ര വലിയ ഒച്ച എടുക്കാനൊന്നുമില്ല. ഞാൻ ഏത് ദൂതനാന്ന് പറഞ്ഞോ? അങ്ങനെ ഏത് ദൂതനാണ്? ദൂതന്മാരിൽ വീണതുണ്ട്, പിശാചുണ്ട്, അതും ദൂതനാ, മറ്റതും ദൂതനാ. അമ്മച്ചിക്ക് കൊടുക്കണ ഒരു അവാർഡ്. അപ്പൊ അമ്മച്ചിയുടെ നാവിന് എത്ര വശമുണ്ട്? രണ്ടു വശം. ഒന്ന് ഞാൻ പറയുന്നതാണ് എനിക്കൊന്ന് വായിച്ചത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കില്ലേ ഈ വെറുതെ ഇരുന്ന് തടണാണ്. ഈ ഒരു പുസ്തകം സമയം പോകുന്നത് ആയിട്ടില്ല, അതുപോലെ തൊട്ടിട്ടില്ല. 20-ാം അധ്യായം 12 വായിച്ചോ. ദുഷ്ടത അവന്റെ വായിൽ മതിരിച്ചാലും ദുഷ്ടത എവിടെ മറച്ചു വയ്ക്കും? നാവിൻ കീഴ് മറച്ചു വയ്ക്കും. പുറത്തോട് എന്ത് പറയും? നല്ല മധുരവാക്ക് പറയും. അപ്പൊ പുറമേ കയ്പ് അടിയില്, പുറമേ മധുരം അടിയില്. അതാണ് ഈ പറഞ്ഞ നാവിന് 2 വശമുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മള് ഇപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താ? നീ എന്തിനാ പേടിക്കണേ? നീ പേടിക്കേണ്ട കാര്യമില്ല. ഒരു കഴിവരം ഉണ്ടാക്കി നാളെ അങ്ങോട്ട് അവനെ തൂക്കിക്കളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കഴിവരം ഉണ്ടാക്കി ഈ പാവം അത് കേട്ടോണ്ട്. നമ്മുടെ അബ്രഹാമിന് പറ്റിയതാ. നമ്മുടെ ഒരു അവകാശിയായി തരുന്നത് ഒരു കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞല്ലോ.
ഓ ശരി, ആ പറഞ്ഞു. അത് ആരിൽ കൂടി അവനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ആ എന്നാ കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞത് നമ്മുടെ ദാസി ഉണ്ടല്ലോ, ആകാർ, ഇവിടെ ഈജിപ്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു അവരുടെ അടുത്ത് അവള് ഒരു കുഞ്ഞിനെ പ്രസവിക്കട്ടെ, നമുക്കത് മതി. അതായിരിക്കും അവകാശി. ഇതൊന്നും അറിയുണ്ട്. ആ അത് ശരിയാ, അത് കേട്ടോട്ട് പോയി. കുഞ്ഞുണ്ടായി. ഓ ഇന്ന് പേപ്പർ ഇല്ല, പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ബോംബ് വയ്ക്കാത്ത ഒരു പേപ്പർ ഉണ്ട്. ബോംബ് വയ്ക്കാത്ത ഒരു പേപ്പർ പറ്റുമോ? ബോംബ് പൊട്ടാത്ത ദിവസം ഒരു നോക്കണം. നമ്മളിന്ന് മനോരമ പേപ്പർ ഏതെങ്കിലും എടുത്തതിന് ശേഷം ഇന്ന് ബോംബില്ലാത്ത ഒരു ദിവസമായിരിക്കട്ടെ, ദൈവമേ എന്ന് പറഞ്ഞിട്ട് നോക്കിയോ, ഒരു ബോംബ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു പോക്കറ്റ് ബോംബെങ്കിലും ഉണ്ടോ? ആരാ കാരണം? ആ കാരണം ആ സാറയുടെ ഒറ്റ ഉപദേശം, അവളുടെ ഒരു ഒറ്റ ഉപദേശം ഈ ബോംബിനെല്ലാം കാരണം. അവസാനം കർത്താവിനോട് പറഞ്ഞു, സാറ ആരാ കാര്യമൊക്കെ കഴിഞ്ഞ് 100ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും, സ്വന്തം കുഞ്ഞുണ്ടായപ്പോഴത്തേക്കും മറ്റവൻ പരിഹാസി. കാര്യമൊക്കെ കൊള്ളാം, അവൻ പരിഹാസിയ. അമ്മേനെയും മോനെയും കൂടി പുറത്തായി കളഞ്ഞോളാം, ഇവിടെ കാണാൻ പാടില്ല. ഈ എന്റെ മോനിന്റെ ഒന്നുകൂടി അവർക്ക് അങ്ങനെ പറയാൻ കൊള്ളോ? കർത്താവിനോട്, കർത്താവേ പറഞ്ഞു കേട്ടോ. കർത്താവ് പറഞ്ഞു, ആരാ കാരണം? ഈ ആദ്യത്തത് വന്ന കാരണം ആരാ? നീ കേൾക്കാൻ പോയതല്ലേ? അവൾ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് അവൻ കേട്ടാ മതി. രണ്ടാമത് പറഞ്ഞത് അവളെ കേട്ടാ മതി. സ്വന്തം കൈ കൊണ്ട് മോനെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പറഞ്ഞു വരുന്നത് അപ്പൊ സഹോദരിമാര് വഴക്കുണ്ടാക്കിട്ട് പ്രശ്നമുണ്ടാവും, മനസ്സിലൊന്നും വിചാരിച്ചിട്ട് കാര്യം. ഭാര്യയുടെ ഉപദേശം കേൾക്കുന്നത് എന്ത് ചെയ്യണം? ദൈവമായിട്ട് ഭാര്യയുടെ ഉപദേശം, ദൈവവുമായിട്ട് ആര് ബന്ധമുണ്ടോ, ദൈവമായിട്ട് നേരിട്ട് ആര് ബന്ധമുണ്ടോ അവൻ മറ്റാര് പറയണതും ചെയ്യണം. കഴിവരം ഉണ്ടാക്കി നിർത്തിയതിനു ശേഷം രണ്ടാമത്തെ ദിവസം ഇവൻ നാണം കെട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം പറഞ്ഞു, എന്റെടി എല്ലാം ഇന്ന് എന്റെ സാർക്ക് ജീവിതത്തിലെ ഇതുപോലെ അപമാനിക്കപ്പെട്ട ഒരു ദിവസമില്ല. അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ. ആ അവരുടെ മുമ്പിൽ നിങ്ങൾ പതറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം സത്യ, നിരൂതനാണെങ്കിൽ നീ അവനെ ജയിക്കാനൊന്നും പറഞ്ഞു. എന്റെ വായിക്കാത്ത എന്നാണ്. അപ്പൊ ഇതൊക്കെ ഇന്നലെ നിന്റെ വായിൽ എവിടെയായിരുന്നു? മനസ്സിലായോ? പെൺവാക്ക് പരവാക്ക് കേൾക്കാൻ പോകുന്നതിന്റെ അനുഭവ അന്തം വിട്ടു. ഇത് എന്തായി പറയണേ? ഞാൻ അവനൊരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കില്ല പറയാൻ തോന്നി. ഒരു മടിയില്ലാതെ കർത്താവ് സദരം സംഭവം പോയി. യഹൂദനാണെങ്കിൽ ജയിക്കില്ല. ദൈവത്തിന്റെ വചനത്തിൽ അത് പിന്നെ അങ്ങനെ പോയി. നമ്മൾ ഇന്ന് ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയായിട്ട് ഇവിടെ മുട്ടുകളും അടുക്കിയിരിക്കുമ്പോൾ ഒരു യുദ്ധമാണ്. മറ്റത് വിവരിച്ച് അങ്ങ് പോകും. നമ്മള് ഉപവാസവും പ്രാർത്ഥനയുമായി ശത്രുവിനോട് യുദ്ധം ചെയ്യുകയാണ്. ശത്രു ഏതിലെ പോരാടുന്നു? ശത്രുവിന് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഏത്? ജഡം, ശരീരം. ശത്രു ശരീരത്തിൽ കൂടി ആത്മാവിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ യഹൂദൻ ജയിക്കും, അല്ലാത്തവര് തോറ്റും. വിശ്വാസത്തിൽ എത്ര പേര് യഹൂദരുണ്ട്? ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ പോരാട്ടമൊക്കെ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? ഒറ്റ വാക്കി പറ, ഒരു യഹൂദനായി. അപ്പൊ ആ യഹൂദൻ ഇപ്പൊ ഇസ്രായേലിലെ ഒരു യഹൂദൻ കൂട്ടക്കിടപ്പുണ്ട്. ഇസ്രായേലിലുണ്ട്, യഹൂദരുണ്ട്, രണ്ട് പേരും.
ഇസ്രായേൽ എന്ന് പറഞ്ഞ ആരാ? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ഗോത്രത്തിൽ ജനിച്ചവൻ. അത് ജഡപ്രകാരമുള്ള ഇസ്രായേൽ. ആത്മപ്രകാരം ഇസ്രായേൽ ആരാ? യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കണം, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കണം, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കണം. അടി പല പല കാര്യങ്ങളും വരും. എന്തെല്ലാം വന്നാലും ജഡത്തിൽ ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് ഒരുവൻ ഇസ്രായേലിൽ നിന്ന് തെളിയിക്കാൻ പല പല ബുദ്ധിമുട്ടുകളും വരും. അത് നിൽക്കട്ടെ, പോകുന്നു. യഹൂദനാരാ? ആത്മാവിനുള്ള ഹൃദയപരിച്ഛേദനത്തെ പരിച്ഛേദന, അവനാണ് സാക്ഷാൽ യഹൂദൻ. അതിനൊക്കെ വിശദീകരിക്കാൻ സമയം. ഇപ്പൊ ഇസ്രായേലിൻ വേറെ, യഹൂദൻ വേറെ. ഇവര് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് വചനം പറയുന്നത്, ഇസ്രായേൽ അപരാധം ചെയ്താലും, ഇസ്രായേൽ പാപം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ. അപ്പൊ ഇസ്രായേൽ പാപം ചെയ്താൽ തന്നെ യഹൂദ ചെയ്യരുത്, അപരാധം ചെയ്ത്. കാരണം എന്താ? യഹൂദയിൽ നിന്നല്ലോ ക്രിസ്തു ഉദിക്കുന്നു. അത് പഴയ നിയമത്തില്. പുതിയ നിയമത്തില് ലോകം വിശ്വാസികളാ, എല്ലാ ആത്മീയ ഇസ്രായേലിലാ. പക്ഷെ ഇതിനകത്തൊരു കൂട്ടമുണ്ട്. ആര്? ആത്മീയ യഹൂദന്മാരെന്ന് പറയുന്നു. ആത്മീയ യഹൂദന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. ഇവരിൽ നിന്നാണ് ആര് വെളിപ്പെട്ടത്? ധൈര്യമായിട്ട് പറ, ക്രിസ്തു വെളിപ്പെട്ടത്. മറ്റൊരു ക്രിസ്തു ഇല്ല. നിങ്ങൾ പിന്നെ അവരെ പിടമൊരു കാര്യമുണ്ടോ? പിടമൊരു കാര്യമുണ്ടോ? ഇനി ഇതില് വിശ്വാസികളിൽ തന്നെ ഇസ്രായേലിനാരാ യഹൂദനാരാന്ന് ചോദിച്ചാൽ എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കും? ഒന്നാമത്, ദൈവത്തിന്റെ വചനം അവനെ പരമേൽപ്പിച്ചിരിക്കുന്നു. ആരെ? ഇസ്രായേലിനെ. പിന്നെ യഹൂദനെ പരമേൽപ്പിച്ചിരിക്കുന്നു. വചനം പരമേൽപ്പിച്ചിരിക്കുന്നവനെ കണ്ടാൽ അറിയാം, സംസാരിച്ചാൽ അറിയാം. ഇവന്റെ കൂടെ ഉടയവനെ ഏൽപ്പിച്ച വചനമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാം. 2, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ, പ്രസിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സംശയം, പലർക്കും പല സംശയം. ഇസ്രായേലിയർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഇവർ ഓടി എവിടെ ചെല്ലും? യഹൂദന്റെ അടുത്ത് ചെല്ലും. യഹൂദൻ പറയും ആരാന്ന്, ദൈവം ആരാന്ന്. ഇപ്പൊ 2 കാര്യങ്ങളാ എന്ന് പറഞ്ഞു. സാക്ഷാൽ യഹൂദന്റെ ലക്ഷണം, 1 ദൈവത്തിന്റെ വചനം അവനെ പരമേൽപ്പിച്ചിരിക്കുന്നു, 2 ദൈവം ആരെന്ന് അവനറിയാം. ഓ ഹല്ലേലൂയ. ഇനി വിവരിക്കണോ? ഈ കിടന്നുള്ള കളി മനസ്സിലായോ? മറ്റുള്ളവരോട് നമ്മള് വഴക്കുണ്ടാക്കിയിട്ടോ, അവരോട് അസൂയപ്പെട്ടിട്ടോ, നീരസപ്പെട്ടിട്ടോ, അവരെ ചവിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? പൊങ്ങല്ലി എന്ന് പറഞ്ഞ ഒരു തടിയുണ്ട്, പൊങ്ങല്ലി ഒന്ന് തടി. ഇതിനകത്തൊന്ന് കാതലെടുക്കാം എന്നും പറഞ്ഞ് വിട്ട് കറങ്ങുക. 1 ലെയർ പൊളിഞ്ഞു, 1 ലെയർ പൊളിഞ്ഞു, 2ാമത്തെ ലെയർ പൊളിഞ്ഞു. കിട്ടുവോ? കാരണം അത് പൊങ്ങല്ലി എന്നുള്ള തടി ഏതാ? കാതലില്ലാത്തതാ. കാതലില്ലാത്ത. ദൈവമാരെന്ന് അറിവില്ല, ഉൾക്കാമ്പിൽ അറിവില്ല, അന്തർഭാഗത്ത് അറിവില്ല. അന്തർഭാഗത്തിലെ ജ്ഞാനമല്ലോ നിരീക്ഷിക്കുന്നത്, അന്തരംഗത്തിൽ തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. ഇത് കർത്താവ് ഗ്രഹിപ്പിക്കാത്തവന് കാതലുണ്ടോ? സമ്മതിക്ക് ഇല്ല. അങ്ങിങ്ങൊക്കെ ആയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ വരുമ്പോ 10-15 വർഷമായി തോന്നുന്നു, 10-18 വർഷമായിരുന്നു എന്റെ ഓർമ്മ. ഏതോ അതുകൊണ്ട് ഇത് ഗ്രഹിച്ചിട്ടേ ഉള്ളൂ. ഉപദേശം അത് ആർക്കും മനസ്സിലാവില്ലല്ലോ. എന്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. രാവും പകലും പറഞ്ഞാലും മനസ്സിലാവില്ല. അവസാനം ദിലീപ് ഒരു തീരുമാനം എടുത്തു, ഇത് പഠിച്ചിട്ടേ ഉള്ളൂ. ദിലീപ് പണിക്ക് പോകുന്നത് 8 മണിക്ക് പണിക്ക് പോകണം, രാവിലെ 8 മണിക്ക് പണിക്ക് പോകണം.
അന്ന് വിവാഹം കഴിഞ്ഞിട്ടില്ല അല്ലെ? വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹം ചോട്ടേന്ന് 6 മണിയാകുമ്പോഴത്തേക്കും വണ്ടി എടുക്കും, വരും. അപ്പൊ ഞാൻ എഴുന്നേറ്റുണ്ടാവില്ല, ഇവിടെ കിടക്കും, ഇവിടെ കിടക്കുക, ഈ പള്ളിയിൽ കിടക്കുക. വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിച്ചതിന് ശേഷം ദൈവത്തിന്റെ വചനം ആദ്യം മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും ആവശ്യക്കാർ അന്വേഷിപ്പീൻ, നിങ്ങൾ യാചിപ്പീൻ, മുട്ടുവീൻ, തുറന്നു കിട്ടി. ദൈവം ആ സത്യം വെളിപ്പെടുത്തിക്കൊടുത്തു. കർത്താവ് സ്തോത്രം. ഒന്നാമത് ദൈവത്തിന്റെ വചനം അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു. ഇന്ന് കാര്യങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. കർത്താവ് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ഗ്രഹിച്ചു കഴിയുമ്പോൾ, അവൻ യഹൂദനായി കഴിയുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുന്നത് അവനെതിരെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിന്റെ കാരണം യഹൂദൻ എന്ന് പറയുമ്പോൾ അവൻ കർത്താവിന്റെ ഈ ശലോമോന്റെ ജ്ഞാനം എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണ്. പക്ഷെ എന്തിനെ സംബന്ധിച്ചുള്ള? 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കും. അതറിയാൻ പാടില്ലെങ്കിൽ എങ്ങനെയാ? 1 രാജാക്കന്മാർ 10-ന്റെ 1 വേഗം വായിക്കണം. ഇപ്പൊ നമ്മുടെ സമയത്തോടെ എടുക്കുക. ദൂതിലേക്ക് വന്നില്ല, അതുകൊണ്ട് ആദ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചു പോയതുകൊണ്ട് സമയം പോയി. വേഗം വേണം. 10-ന്റെ 1. എന്താണ്? അപ്പൊ ശലോമോന്റെ ജ്ഞാനം മുഴുവൻ എന്തിനെ സംബന്ധിച്ചുള്ള? യഹോവയുടെ നാമം സംബന്ധിച്ചുള്ള. യഹോവയുടെ നാമം സംബന്ധിച്ചുള്ള അതാണ് ആ ജ്ഞാനം. ഈ ജ്ഞാനം മുഴുവനും കർത്താവിന്റെ നാമത്തെ സംബന്ധിച്ചുള്ള. ഈ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇതെന്നറിയോ? യഹൂദന് ഉള്ള ജ്ഞാനം നാമത്തെ സംബന്ധിച്ചുള്ള നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. സംഖ്യാപുസ്തകം 6:26 വായിക്കും. വേഗം വായിച്ചാൽ തീർന്ന് പോകും, സമയം മുമ്പോട്ട് പോകുന്നു. ഇത് കഴിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ പോകേണ്ടവരുണ്ട്. സംഖ്യ 6:24 23 മുതലൊക്കെ വായിച്ചു. ആറിന്റെ 23 സംഖ്യ? എന്താ സ്ഥിതി? നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, അതായത് ശ്രദ്ധിക്കുക, പുരോഹിതന്മാർ പറഞ്ഞാൽ നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കേണ്ടത്. പറഞ്ഞോ. യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി പ്രകാശിക്കട്ടെ, നിനക്ക് കൃപയുള്ളതാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. ആരെങ്കിലും ഒരാൾ വായിച്ചു വായിച്ചു. വെക്കണം, എന്റെ നാമം വെക്കണം. അപ്പൊ കർത്താവിന്റെ നാമം വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞു. കർത്താവിന് തിരുമുഖം അവിടെ ഉയർന്നിരിക്കും, കർത്താവിന് തിരുമുഖം അവിടെ പ്രകാശിക്കും. ഈ 2 കാര്യങ്ങളും ഉണ്ടാവും അവിടെ. അവരുടെ നാമം സംബന്ധിച്ച് ഉള്ള വിഷയമാണ്. ഇവനാണ് ആര്? യഹൂദന്റെ മുഖത്ത് എന്തുണ്ടാവും? പ്രകാശം ഉണ്ടാവും, തിരുമുഖം ഉയർന്നിരിക്കും. ഈ തിരുമുഖം ഉയർന്നാനുള്ള പ്രത്യേകത എന്നറിയാവോ? പണ്ട്
46 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ അവര് ഞങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ അവർ വന്ന് ശത്രുവിനെ ജയിച്ചത് തങ്ങളുടെ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല, പിന്നെയോ നിന്റെ മുഖപ്രകാശം കൊണ്ടാണ് ജയിച്ചത്. എന്തുകൊണ്ട്? നിന്റെ മുഖപ്രകാശം കൊണ്ട് ജയിക്കണേ. മുഖപ്രകാശം കൊണ്ട് ജയിക്കണേ. കുഞ്ഞ് ജനിച്ചു, കൊന്ന് വലിച്ചെറിയേണ്ടതാ. കൊല്ലാൻ തോന്നിയില്ല, ഒളിപ്പിച്ചു വെച്ച് തോട്ടിൽ കൂടെ ഒഴുക്കി വിട്ടു. കൽപ്പന നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തവന്റെ മകള് കുളിക്കാൻ ചെന്നു, കുഞ്ഞ് ഒഴുകി വരുന്നു. കുഞ്ഞ് കരയുക. അയ്യോ, കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു. എന്താ കാരണം? അവൻ ആരായിരുന്നു? ദിവ്യസുന്ദരൻ. എന്തിരിക്കുന്നത്? അവൻ ദിവ്യസുന്ദരൻ. അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ മനസ്സലിഞ്ഞു പോയി. ഏത് നിഷ്ഠൂറിന്റെ മനസ്സും അലിയും ഉടയവന്റെ മുഖം പ്രകാശിച്ച് കണ്ടാൽ. കർത്താവിന് സ്തോത്രം. മനസ്സിലായോ? അവനാരാ? യഹൂദന്റെ ജയം എന്ന് പറയുന്നുണ്ടല്ലോ, വാളും കൊണ്ടും കുന്തം കൊണ്ടും അല്ല. അത് കണ്ടപ്പോൾ മനസ്സലിഞ്ഞതാണ്. എന്തായി തീർന്നത്? ഫറവോന്റെ വംശം മുടിയാനുള്ള കാരണം ആ മനസ്സലിവ. എന്തുകൊണ്ട് മനസ്സലിഞ്ഞു? ദിവ്യ സൗന്ദര്യം കൊണ്ട്, അവന്റെ മുഖപ്രകാശം കൊണ്ട്. കർത്താവ്. ഇതുപോലെ തന്നെ എസ്തേറിനെ, കന്യകമാരെ വിവാഹത്തിന് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എസ്തേറിനെ കൊണ്ടുവന്നു. എല്ലാ പെൺകുട്ടികളെയും ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ആ പെണ്ണിരിക്കട്ടെ, ആ പെണ്ണിരിക്കട്ടെ, അങ്ങനെ ഒരു കൂട്ടം കിട്ടി. ഇവര് രാജാവിന്റെ കൂടെ കൊട്ടാരത്തിൽ പോകുന്ന ദിവസം വന്നപ്പോ ഒരു പെൺകുട്ടി, തന്റെ ജീവിതമാണ് അവളുടെ ജീവിത വിശുദ്ധി, രാജാവിന്റെ കൂടെ അന്തപുരത്തിലേക്ക് പോവാ. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ പോകാം. അവള് പിറ്റേ ദിവസം ഒരു കന്യകയല്ല. ഓർത്തുകൊള്ളണം. അവൾക്ക് അതിന് പകരം ഉണ്ടല്ലോ. അതിന് പകരം നിനക്ക് എന്ത് വേണം? നിന്റെ ജീവിതത്തിൽ വലിയ കാര്യമാണല്ലോ അത്. നിനക്ക് എന്ത് വേണം? അവള് ചോദിക്കാം, ഈ ആരകുന്നം പ്രദേശം മുഴുവനും എനിക്ക് പതിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഉത്തരവാണ്, കൊടുത്തോക്കണം. എന്ത് വേണമെങ്കിലും. അപ്പോ പെൺകുട്ടികൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള അവസരം വരുമ്പോ തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കും തലമുറയ്ക്കും തിന്നാൻ വേണ്ടത് ഒന്നിച്ച് ചോദിക്കും. ഒരു 2-3 കിലോ സ്വർണം, കട്ടി വെള്ളി, കുറച്ച് സാധനങ്ങൾ എല്ലാം. കാരണം ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിത വിശുദ്ധി പോയി. ഇനി ഞാൻ കന്യകാന്ന് ആരോട് പറയാൻ പറ്റൂല. അതിനൊക്കെ ഒന്നും മേടിക്കും. എസ്തേറിന്റെ ദിവസം വന്നപ്പോ, എസ്തേറേ നിനക്ക് എന്ത് വേണം? ഹേഗായിയെ കൊണ്ടുപോകണം, ചണ്ടനെ കൊണ്ടുപോകണം, രാജാവിന്റെ കൂടെ പോകണം, രാവിലെ തിരിച്ചു പോകണം. നിനക്ക് എന്ത് വേണം? ഒന്നും വേണ്ട. എനിക്ക് രാജാവിന്റെ അടുത്ത് ചെല്ലാനുള്ള വിശുദ്ധീകരണത്തിനുള്ള സാധനങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പക്ഷെ തൊട്ട് ഒറ്റ വചന തൊട്ട് താഴ്ത്തിയിരിക്കുന്നത്, എന്നാൽ എസ്തേറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നുന്നു. എന്താ കാരണം? അവളുടെ മുഖത്ത് എന്തുണ്ട്? അവൾ ആരാണ്? ഓ അവൾ ഒരു യഹൂദ സ്ത്രീയാണ്. നാം വിളിക്കപ്പെട്ടുള്ള ദൈവത്തിന്റെ ജനമേ, നമ്മളറിയില്ല. നമ്മൾ ആരെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാവരും കൂടി ഒരു അസംബ്ലിയിൽ ഇരിക്കുക. തലേ ദിവസം മാർക്കറ്റിൽ ഒരു വിശ്വാസി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദാദാ ഫീസുകാരനുണ്ട്. ദാദാ ഫീസുകാരൻ വന്ന് 50 രൂപ ചോദിച്ചു. 50 രൂപ ഫീസ് എടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കില്ല, ഇല്ലാന്ന് പറഞ്ഞു. എന്റെ കച്ചവടം നടന്നിട്ടില്ല, ഇല്ലാന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞു. വിശ്വാസിയാ. ഒരു വലിയ തേങ്ങയും എടുത്തു. നിനക്ക്
ദാദാഫീസ് തരാൻ പോവാന്ന് പറഞ്ഞു. അവൻ ഇങ്ങോട്ട് ഈ ഇവന്റെ ഭാവം കണ്ടു കഴിഞ്ഞപ്പോ അവന് മുഴുവായി പോയി. അവന്റെ പരിപാടിയാണ് ദാതയിലും വലിയ ദാത. ദാതയ്ക്ക് ബദലുതാ. പിറ്റേ ദിവസം എല്ലാവരും കൂടെ കൂടി അപ്പള്ളിയില് പ്രാർത്ഥനയും പാട്ടും സർവശക്തനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പറഞ്ഞ് ആ പാട്ടൊക്കെ കിടന്ന് ചെയ്യാം. ഒരു പ്രവാചകനെ കൂടി ഒരു ദൂത് വന്നു, മകനെ നിന്റെ വലിപ്പം കണ്ടോണ്ടല്ല അവൻ പോയത്, വലിപ്പം കണ്ടോണ്ടല്ല അവനെ അവൻ പോയത്, നിന്നോട് കൂടെ ഞാനുണ്ടായിരുന്നു. കർത്താവ് അതിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കാതെ അവൻ പോയത്. ഇതായോ ദേശനാമക്കാരനാണെങ്കിൽ, കാരണം നാമം ധരിച്ചവനാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കർത്താവ് ബോധ്യപ്പെടുത്തി തരും. എന്റെ വലിപ്പമല്ല, എന്റെ വലിപ്പമല്ല. എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഗേഹസിയെ നീ എവിടെ പോയിരുന്നു? ഞാനെങ്ങും പോയില്ല. മകനെ, നീ ആ മനുഷ്യന്റെ പിന്നാലെ ഓടി, രഥത്തിന് പിന്നാലെ ഓടി ചെന്നപ്പോ അവൻ രഥത്തിൽ നിന്ന് ഇറങ്ങി, സിറിയയിലെ സർവ്വസൈന്യാധിപൻ, അവൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? നിന്റെ വലിപ്പം കണ്ടിട്ടല്ലോ. കർത്താവ് മനസ്സിലാക്കുക, സന്ദർഭങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വലിപ്പമോ കർത്താവ് ഒന്നുമല്ല. അവിടെ ചെന്ന് എല്ലാവരും ഓരോ ദിവസം 50 കന്യന്മാരുണ്ടെങ്കിൽ രാജ്യത്തിലൊരു നല്ല ഭാഗം അവരുടേതായി. എസ്തേറിന്റെ സമയം വന്നു. എസ്തേറിനോട് എന്ത് വേണം? ഒന്നും വേണ്ട, 2 കിലോ വെള്ളി, സ്വർണം, വസ്ത്രം, അതും വേണം. അവിടെ ചെന്നു എസ്തേറിനെ നോക്കി. രാജാവിനവളെ വാക്കോർത്തോളണം. എന്ത് ചെയ്തു? ബോധിച്ചു. നിന്റെ വലിപ്പം കണ്ടിട്ടാ? അല്ല, നിന്നെ കാണുന്ന ഏവർക്കും എന്തോ ഒരു അടുപ്പം, എന്തോ ഒരു വിധേയത്വം, എന്തോ ഒരു കാര്യം അടുപ്പം തോന്നുന്നു, ബോധ്യം തോന്നുന്നു. കാരണം ലേഖനം പറയുന്നത്, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, ആദ്യജാതനായ ക്രിസ്തുവിനെ വീണ്ടും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും ഇനി പറയില്ല, അവനെ നമസ്കരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഈ മുഖപ്രകാശം ആരെല്ലാം ഉണ്ടോ അവിടെ ആര് നമസ്കരിക്കും? ദൂതന്മാർ അവിടെ നിൽക്കും. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ? രാജാവിന് ബോധിച്ചു, ഇല്ലെങ്കിൽ ബോധിപ്പിക്കും കർത്താവ്. ബോധിച്ചു, രാജ്ഞി സ്ഥാനത്തേക്ക് ഉയർത്തി. അതിനും പറയുന്ന അവൾ ആരായി? വ്യവസ്ഥ പ്രകാരമല്ലാതെ രാജകൊട്ടാരത്തിൽ അവൾ ചെന്നു. അവളെ കണ്ടപ്പോൾ രാജാവിന് അവളോട് മനസ്സരിവ് തോന്നി, കരുണ തോന്നി. ആ കരുണയാണ് ശത്രുവായ ഹാമാന്റെ അവസാനം. കാരണം 3 ദിവസം ഉപവാസമായിരുന്നു. ആദ്യം അവൾ ഒഴിവഴിവ് പറഞ്ഞു, ഞാൻ രാജ്ഞിയാണെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ രാജാവ് പേര് ചൊല്ലി വിളിച്ചിട്ടല്ലാതെ എനിക്ക് ചെല്ലാൻ നോക്കിയില്ല. ഇസ്രായേൽ ജനം മുഴുവനും അപകടത്തിലായിരിക്കുന്നു. മുഖത്തേക്കായി 2 പെണ്ണുകളും ഇരിക്കുന്നു. ആകെ അപകടത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പോകാൻ നിവൃത്തിയില്ല. അപ്പോ മൊർദെഖായി പറഞ്ഞു, നീ ഇന്ന് രാജ്ഞി ആയതുകൊണ്ട്
നിനക്ക് ഇതൊന്നും ബാധകല്ലെന്ന് നീ വിചാരിക്കുന്നില്ലേ? അതല്ലേ? പക്ഷേ നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നീ ഇന്ന് ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏതിനു വേണ്ടിയിട്ടെന്ന് ആർക്കറിയും? ദൈവം നിന്നെ ഇത്രയും സാഹചര്യങ്ങളിൽ കൂടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിനായിട്ട് അല്ലയോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഓർക്കുക, ഇന്ന് നീ ഇത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ദുർബലവും നശിച്ചു. യഹൂദന് രക്ഷ എവിടെന്നെങ്കിലും ഉണ്ട്. യഹൂദനാണെങ്കിൽ എന്തുണ്ടാവും? രക്ഷ എവിടെന്നെങ്കിലും ഉണ്ടാവും. അവൾ ആലോചിച്ച് ഉറച്ചതിന് ശരീരത്തിൽ വയ്ക്കാം. ഞാൻ സ്തോത്രം 3 ദിവസത്തെ ഉപവാസം എടുക്കാൻ പോവാം. 3 ദിവസത്തെ ഉപവാസം. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. എന്താ ഈ 3 ദിവസത്തെ ഉപവാസം? 3 ദിവസത്തെ ഉപവാസം രാജ്ഞിസ്ഥാനത്ത് വന്നു, ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ തീർന്നു, പല പല കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി. അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, ചെവി ചായിക്കുക, സ്വജനത്തെയും പിതൃഭവത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ഇപ്പൊ ഈ സൗന്ദര്യം കുറവാ. വിശ്വാസത്തിൽ വന്ന് എല്ലാം ഓർത്തപ്പോഴത്തേക്കും മുഖത്തെന്ത് വന്നു? സ്ഥിതി മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും? എവിടെ മാറും? ഇതിനകം മാറും. ഹൃദയം മാറും. ഹൃദയം മാറിയാതെ എവിടെ ഉൾപ്പെടും? മുഖം മാറും. മുഖം മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ബാധിക്കുന്നത് എവിടെയാണെന്നറിയാമോ? എന്ന് പറഞ്ഞേ, ഈ ദിവ്യ സൗന്ദര്യ ഈ ദിവ്യ സൗന്ദര്യത്തെയാ അവിടെ ഇച്ചിരി ബാധിച്ചിരിക്കുക. ആ ഭാഗം അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇവളാരാ? ദിവ്യ സൗന്ദര്യമുള്ള സാക്ഷാൽ യഹൂദ സ്ത്രീയാ. 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു പേടിയില്ല. നേരെയൊക്കെ ആയിരുന്നു പ്രാകാരത്തില്. രാജാവ് ചെങ്കോൾ നീട്ടിയില്ലായിരുന്നെങ്കിൽ അവിടെ വെട്ടണമെന്നാണ്. അവളെ അവിടെ വെട്ടിക്കളയണമെന്നാണ്. പക്ഷെ കണ്ടപ്പോൾ രാജാവിന് എന്ത് തോന്നി? മനസ്സലിവ് തോന്നി. ആരെ കണ്ടു? ആരെ കണ്ടു? കർത്താവ് സ്തോത്രം. ഞാങ്ങണ്ണയുടെ പെട്ടകത്തിൽ ആരെ കണ്ടു? ഞാങ്ങണ്ണയുടെ പെട്ടകത്തിൽ മോശയെ കണ്ടു. മോശയുടെ മുഖത്ത് ദൈവസൗന്ദര്യത്തെ കണ്ടു. 3 ദിവസം ഉപവാസ കഴിഞ്ഞപ്പോൾ ദൈവം അവളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് എന്ത് കണ്ടു? രാജാവ് ദിവ്യ സൗന്ദര്യത്തെ കണ്ടു. ഒന്നിപ്പോൾ നിരാകരിക്കാൻ സാധിക്കുന്നില്ല. അകത്ത് വന്നു. പിന്നെ സംഭവിച്ചതെല്ലാം നമുക്കറിയാം. സമയം പോയി. പിന്നെ സംഭവിച്ചതെല്ലാം അറിയാം. കർത്താവ് സ്തോത്രം. അവൾ ആരായി തീർന്നു? സാക്ഷാൽ യഹൂദ സ്ത്രീയായി തീർന്നു. സാക്ഷാൽ യഹൂദ സ്ത്രീയായി തീർന്നു. മൊർദെഖായി മുത്ത് പ്രവർത്തിച്ചു. ഇസ്രായേൽ ജനം മുഴുവൻ രക്ഷപ്പെട്ടു. ഇസ്രായേൽ ജനത്തെ ആരെല്ലാം പീഡിപ്പിക്കാൻ വന്നുവോ അവരെയൊക്കെയും അവര് നശിപ്പിച്ചു കാണും. അവനൊരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കില്ല. 21ാമത്തെ ദിവസം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു വാക്ക് ഓർത്തോളം, ഒരു വചനം അതുകൂടി പറഞ്ഞിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാൻ. ഈ യെശയ്യാ പ്രവചനം 3:9 ദൈവാത്മാവ് പറയുന്ന ആ വാക്യം കൂടി ഓർത്തിട്ട് വേണം ഈ ദൂത് അവസാനിപ്പിക്കാൻ. ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തോണം. വേണം. കർത്താവ് സഹോദരം, കർത്താവ് നോക്കുമ്പോൾ എന്ത് കാണണം? കർത്താവ് നോക്കുമ്പോൾ മോശയുടെ മുഖത്ത് എന്ത് കണ്ടു? എസ്തറിന്റെ മുഖത്ത് എന്ത് കണ്ടു? കർത്താവിന്റെ നാമം വിളിച്ചവരുടെ മുഖത്ത് എന്ത് കാണണം? ദിവ്യ സൗന്ദര്യം കാണണം. പക്ഷേ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിലില്ലാത്തതുപോലെ എന്തോ ദൈവാത്മാവെന്ന് ഹൃദയങ്ങളെ ശോധന ചെയ്യുമ്പോ മുഖത്ത് ദിവ്യ സൗന്ദര്യത്തിന് വിരോധമായ ചില കാര്യങ്ങൾ കാണുന്നു. തിരുത്തണം. എന്നിട്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ പോവാ. അത് തിരുത്തിയിട്ട് അവസാനിപ്പിക്കണം. പ്രധാന അത് തിരുത്തി എന്ന് ആ മുഖസൗന്ദര്യത്തിന് വിരോധമായിട്ടുള്ളത് അങ്ങ് നീക്കി ഒരു സാക്ഷാൽ യഹൂദന്റെ മുഖം ഇന്ന് പ്രാപിക്കുന്നുവെങ്കിൽ ജയമാണ്. ഇത്രയും ദിവസത്തെ അധ്വാനം നശിപ്പിക്കല്ലേ? ഇത്രയും ദിവസത്തെ അധ്വാനം നശിപ്പിക്കല്ലേ? നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ദൈവഹിതമല്ലാത്തത് കാണുന്നുണ്ട്.
നീങ്ങണം. നീങ്ങിയാൽ അതിൽ നന്മ ഇനിയുള്ള ദിവസങ്ങൾ അനുഭവിക്കും. കാഹളം തോന്നിക്കുന്നേ അടയാളങ്ങൾ കാണുന്നേ. മറ്റേ എന്താന്ന് ചോദിച്ചു വരണ്ട. എന്നാ കാരണം വരണ്ട. ജയിച്ചതിൽ കർത്താവിനെ പ്രശംസിക്കുക. കർത്താവിനെ പ്രശംസിക്കുക. തോൽവിയില്ല, തോൽവിയില്ല. കർത്താവിന്റെ നാമത്തിലുള്ളവൻ യഹൂദൻ. ജയം യഹൂദനുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്, ജയം തന്റെ ജനത്തിനുള്ളത്. അവൻ യഹൂദനെങ്കിൽ നീ അവനെ ശത്രുവിനെയൊക്കെ പറ. യഹൂദനെങ്കിൽ ജയിക്കുകയില്ല. ജയം ദൈവത്തിന്റെ ജനം. ജയത്തോളം സഭാപതിയെ ഉണ്ടാവുന്നവനായി അവന്റെ നാമം ഈ ശുശ്രൂഷ ഇവിടെ സമയം ഇങ്ങോട്ട് വഹിക്കുന്നു. അവസാനമായിട്ട് ലേനി ഇങ്ങോട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും ഉൾക്കൊള്ളണം. എല്ലാവർക്കും വേണ്ടി ഇനി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ശത്രുങ്ങളെ താരണിയാക്കാതെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏവരെയും കർത്താവ് പാലക്കാട് ഏവരും ആശ്വാസത്തോടെ സഹായിക്കണം. ദൈവമേ ഉപവാസവും പ്രാർത്ഥനയായിരിക്കുന്നവരെ ബാധിക്കാൻ ദൈവം ഞങ്ങളിനി ദൈവരാജ്യത്തിലേക്ക് വാങ്ങാൻ സ്തോത്രം 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 സ്തോത്രം. എല്ലാം ദൈവം പ്രാപ്തി ഞങ്ങളുടെ ദൈവം ഞങ്ങൾ ആശ്വാസവും ദൈവത്തിന്റെ ആത്മാവും സന്തോഷവും നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഈ ദുഷ്ടലോകത്തിന്റെ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഏവർക്കും സ്നേഹം.